നമ്മൾ സഹോദരിമാർ ചിന്തിക്കണം, സഹോദരന്മാർ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ട്, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൊടുത്ത് ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് മനുഷ്യന്റെ ഹൃദയമെടുപ്പിന്റെ രസതന്ത്രമുണ്ടല്ലോ, അതായിരുന്നു മഹാത്മാഗാന്ധിജി. ആ മഹാത്മാഗാന്ധിജി ഇന്ത്യയെ കണ്ടെത്തി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് ഈ രാജ്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ ഒരു ഭാരതീയ ജനതാ പാർട്ടിയും നമ്മളുടെ കണ്ടില്ല. സ്ത്രീകൾക്ക് നന്മ ഒരുപാട് അവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞാല് ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എല്ലാം നന്മ അനുഭവിച്ചു ഇവിടെ അല്ലേ? അപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ ആണെങ്കിൽ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അനുഭവിച്ച അധികാരങ്ങളും ആ ബാക്കിയുള്ള സ്ഥാനമാനങ്ങളും ആ സാമ്പത്തികവും എല്ലാം തിരിച്ചു കൊടുക്കേണ്ട കടപ്പാട് കൊടുക്കില്ലേ? പിന്നെ മോറൽ വാല്യൂ പറഞ്ഞാണല്ലോ പോകുന്നത്. ഈ പഞ്ചായത്തിൽ 3 സ്ത്രീകൾ കൊടുത്തു, അതൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എന്നെ ഹൃദയത്തിൽ വന്ന ആശയം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളിപ്പോഴും വളരെ ദുഃഖത്തിലാണ്. ഞാൻ വളരെ ദുഃഖത്തിലാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് 24/7 ഉമ്മൻചാണ്ടി നടക്കുമ്പോൾ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല. പിള്ളേർക്ക് ഒരുപാട് അവരുടെ അപ്പനെ മിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അതൊന്ന് അധ്വാനിക്കണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ നിങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, എല്ലാം ചിന്തിക്കണം. എല്ലാം ഘോരം പ്രസംഗിക്കുന്ന പാർട്ടികളുണ്ട്. ഒരു ആസ്പെക്റ്റ് മാത്രം പറഞ്ഞായിരിക്കുമ്പോൾ പ്രസംഗിക്കുന്നത്, വേറൊരു ആസ്പെക്റ്റ് പറയത്തില്ല. അല്ലെങ്കിൽ അതിനകത്ത് വേറൊരു ഇങ്ങനെ കൊണ്ടുവന്ന് വേറൊരു ഇഷ്യൂ ആക്കി പറയും. പക്ഷെ നിങ്ങൾ ബുദ്ധിപൂർവ്വം നമ്മൾ സഹോദരിമാർ ചിന്തിക്കണം, സഹോദരന്മാർ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും കോൺഗ്രസിന് വേണ്ടിയിട്ട്, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കൊടുത്ത് ഡോക്ടർ ശശി തരൂരിനെ ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.